Hi all, welcome back to yet another session of Physics with Supernotes. PYQ സെഷനിലെ സൂപ്പർ 25 എന്ന സെഷന്റെ മൂന്നാം ഭാഗത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ കണ്ടു, അതായത് കമന്റ് സെഷൻ്റെ അകത്ത് നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ കണ്ടു. പക്ഷേ ഒന്ന് സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. ഇത് എൻ്റെ കയ്യിൽ കിടന്ന ടെംപ്ലേറ്റ് വെച്ചിട്ട് ഞാൻ ചെയ്ത സ്ലൈഡുകളാണ്. അടുത്തൊരു ഭാഗം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഭാഗത്തിന് ചുവട്ടിൽ നിങ്ങൾ കമന്റുകൾ രേഖപ്പെടുത്തുക. ആ പറഞ്ഞ ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു സെഷൻ്റെ അകത്ത് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ തന്നെ ഞാൻ ആരംഭിക്കുന്നു. വീണ്ടും ഒരു 25 ചോദ്യങ്ങളൂടെ സെറ്റ് ഓഫ് 25 ക്വസ്റ്റ്യൻസുമായിട്ട് സൂപ്പർ 25 എന്ന് പറയുന്ന സെഷൻ ഞാൻ ആരംഭിക്കുന്നു. പറഞ്ഞതുപോലെ സമയമാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരമാവധി ചോദ്യങ്ങൾ എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. അതിലാദ്യത്തെ ചോദ്യം, ഇത് നിങ്ങൾക്ക് വളരെയധികം എളുപ്പത്തിൽ അറിയാവുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങുന്നു. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതന കോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ് എന്നുള്ളതാണ് ആദ്യ ചോദ്യം. അതായത് ഏതൊരു ദർപ്പണം, അതിപ്പോ സമതലം ആയിക്കോട്ടെ, കോൺകേവ് ആയിക്കോട്ടെ, കോൺവെക്സ് ആയിക്കോട്ടെ, അങ്ങനെ ഏതൊരു ദർപ്പണം ആയിക്കോട്ടെ, ആ പറഞ്ഞ ദർപ്പണത്തിലേക്ക് ഒരു പതനരശ്മി പതിക്കുകയാണ്. ആ പതനരശ്മി പതിക്കുന്ന ബിന്ദുവിലൂടെ വരയ്ക്കുന്ന വരയെ നമ്മൾ ലംബം എന്ന് വിളിച്ചു. ഇനി അവിടെ നിൽക്കൂല, അവൻ തട്ടി തിരികെ പോകുമെന്ന് നമുക്കറിയാം. എങ്കിൽ അതിനെ നമ്മൾ വിളിച്ച പേര് പ്രതിപതന രശ്മി എന്നാണ്. ശരിയല്ലേ? അപ്പൊ പതനരശ്മി നിങ്ങൾക്ക് പരിചിതമാണ്, ലംബം, പ്രതിപതന രശ്മി. ഈ പറഞ്ഞ 3 ആൾക്കാരെ നിങ്ങൾക്കറിയാം. പ്രതിപതന നിയമം പറയുന്നു പതനകോൺ, അതായത് പതനരശ്മിക്കും ലംബത്തിനും ഇടയിലെ കോണാണ് പതനകോൺ. പതനകോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും എന്നാണ് പ്രതിപതന നിയമത്തിന്റെ അകത്ത് പറയുന്നത്. എങ്കിൽ പതിക്കുന്ന കോണളവ് 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണും എത്ര തന്നെ ആയിരിക്കും? 60 ഡിഗ്രി തന്നെ ആയിരിക്കും. വളരെ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താവുന്ന ഒരു ചോദ്യം. അപ്പോൾ ഒന്നുകൂടെ, പതനരശ്മിയും പ്രതിപതന രശ്മിയും തുല്യമാണ്, പതന കോണും പ്രതിപതന കോണും തുല്യമാണ് എന്നുള്ളതാണ് എന്ത്, പ്രതിപതന നിയമത്തിനകത്ത് നമ്മൾ പറയുന്നത്. എങ്കിൽ പ്രതിപതന നിയമത്തിനകത്ത് നിന്ന് 60 ഡിഗ്രി തന്നെയാണ് രണ്ടും എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നു. ആഫ്റ്റർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം. മഴത്തുള്ളി സാധാരണഗതിയിൽ നമ്മൾ നേർരേഖയായിട്ടാണ് കാണാറ്, ശരിയല്ലേ? ചെറിയ ലൈൻ പോലെയാണ് നമ്മൾ മഴത്തുള്ളി ഇങ്ങനെ അനുഭവിക്കാറ് അല്ലെങ്കിൽ കാണാറ്. അതിന്റെ കാരണം എന്തായിരുന്നു? നേത്രത്തിന്റെ അല്ലെങ്കിൽ കണ്ണിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. അതിനെ നമ്മൾ വീക്ഷണ സ്ഥിരത എന്ന് വിളിച്ചു, അല്ലെ? വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അത് മറ്റൊന്നും അല്ലടാ, അത് എന്തായിരുന്നു? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? കണ്ണിൽ കാണുന്ന ഒരു കാഴ്ച 16 സെക്കൻഡ്, ഒരു സെക്കൻഡിന്റെ 16 സമയം, അതായത് വളരെ ചെറിയൊരു സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കും. അത് നമുക്ക് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തോന്നുന്നു, ചലിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. അപ്പോൾ മഴത്തുള്ളികൾ ചെറിയ നേർരേഖകൾ പോലെ കാണുന്നതിന് കാരണം വീക്ഷണ സ്ഥിരതയാണ്. പക്ഷേ മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം എന്തായിരുന്നടാ? ഗോളാകൃതിക്ക് കാരണമായ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴത്തുള്ളിക്കുള്ളിലെ പ്രതല ബലമാണ് ഇതിന് കാരണം. പ്രതല ബലം, സർഫസ് ടെൻഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്തായിരുന്നു? ട്രൈസ് ടു റെഡ്യൂസ് ദ സർഫസ് ഏരിയ. എപ്പോഴും പ്രതല ബലത്തിന്റെ ശ്രമം ചുരുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ പ്രതല ബലം ഏറ്റവും കുറഞ്ഞ ആകൃതിയാണ് എന്ത്? സ്പെറിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ ഗോളാകൃതി എന്ന് പറയുന്നത്. എങ്കിൽ മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം പ്രതല ബലമാണ്. അനുബന്ധം, പ്രതല ബലത്തിന് കാരണമായ ബലം ഏതാ? സർഫസ് ടെൻഷന് കാരണമായിട്ടുള്ള ബലം ഏതായിരുന്നു? ഒരേ തരം തന്മാത്രകൾക്കിടയിൽ നടക്കുന്ന ആകർഷണ ബലമാണ് ശരിക്കും പ്രതല ബലത്തിന് കാരണം, ശരിയല്ലേ? അതായത് നിങ്ങളൊരു ജലതന്മാത്രത, ഇത്തരത്തിൽ ജലതന്മാത്രകൾ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. പ്രതലത്തിലുള്ള ഉപരിതലത്തിലുള്ള തന്മാത്രകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരേ തരത്തിലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അവിടെ നടന്നത്. എങ്കിൽ പ്രതല ബലത്തിന് കാരണമായ ബലമാണ് കൊഹിഷൻ ബലം. പ്രതല ബലത്തിന് കാരണമായ ബലം കൊഹിഷൻ ബലമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലടാ? അപ്പൊ മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം പ്രതല ബലമാണ്, എന്നാൽ പ്രതല ബലത്തിന് കാരണമായ ബലം കൊഹിഷൻ ബലമാണ് എന്നുള്ള കാര്യം കൃത്യമായി ഓർമ്മിക്കും. കിട്ടിയോടാ ചോദ്യം? ഉത്തരവും കിട്ടിയല്ലോ. അതിന് കൂടെ തന്നെ നമ്മൾ അനുബന്ധമായിട്ട് മറ്റൊരു ചോദ്യം കൂടെ പഠിച്ചു, അതിന്റെ ഉത്തരം കിട്ടിയല്ലോ. മനുഷ്യന്റെ വീക്ഷണ സ്ഥിരത 1/16 സെക്കൻഡ് ആണെന്നും കൂടെ നിങ്ങൾ ഓർമ്മിക്കുമല്ലോ. കൃത്യം, വ്യക്തം. മൂവിങ് ഓൺ. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത്, ഇത് എനിക്ക് തോന്നുന്ന മറ്റു ഭാഗങ്ങളുടെ അകത്ത് വന്ന ചോദ്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്ത് തന്നെയായാലും ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? അപ്പൊ ഇതിൽ കൂടുതൽ സംസാരത്തിന്റെ ആവശ്യമില്ല, ഖരവസ്തുക്കളിലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം, അല്ലേ? പ്രകാശ വേഗത ഏറ്റവും കൂടിയ മാധ്യമം ശൂന്യതയാണ്, അല്ലെങ്കിൽ വായുവിലൂടെയാണ് പ്രകാശത്തിന്റെ വേഗത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ശബ്ദ വേഗത ഏറ്റവും കൂടുതൽ എവിടെയായിരുന്നു? ഖരത്തിലാണ്. ഖരത്തിനേക്കാൾ കുറച്ചു കുറവാണ് ദ്രാവകങ്ങളിൽ, അതിനേക്കാൾ കുറവാണ് വാതകങ്ങളിൽ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഖരപദാർത്ഥങ്ങളിലാണ്. ഓക്കെ, സോ മൂവിങ് ഓൺ. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടിയ താപനില നമ്മൾ കാണാതെ എങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ട്, 4 ഡിഗ്രി സെൽഷ്യസ്, അല്ലെ? ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടിയത് 4 ഡിഗ്രി സെൽഷ്യസ്. എനിക്ക് അതിന്റെ കാരണം നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നൊരാഗ്രഹം. അതിന് ജലത്തിന്റെ മറ്റൊരു സവിശേഷതയെക്കുറിച്ച് നമ്മൾ പറയുന്നു. ജലത്തിന്റെ അസാധാരണ താപവികാസം അല്ലെങ്കിൽ താപീയ വികാസം. അസാധാരണ താപീയ വികാസം എന്താണ്? ഈ അസാധാരണ താപീയ വികാസം അല്ലെങ്കിൽ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ
ആ ഒരു സാധനം നമ്മൾ എന്താണ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. വേറെ ഒന്നുമല്ലടാ, നമ്മളെ തന്നെയാണ് മാതൃകയാക്കാൻ പോകുന്നത്. ചൂടാക്കുമ്പോൾ സാധാരണഗതിയിൽ പദാർത്ഥങ്ങൾ വികസിക്കാറുണ്ട്, തർക്കമില്ലല്ലോ. ചൂടാക്കുമ്പോൾ പദാർത്ഥങ്ങൾ സാധാരണ നിലയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? വികാസത്തിന് വിധേയമാകാറുണ്ട്. നമ്മുടെ കാര്യം തന്നെ എടുക്കൂ. നമ്മൾ ഇരിക്കുന്ന സർഫസ് എന്ത് ചെയ്യുന്നു? റൂം ടെമ്പറേച്ചറിന് അല്ലെങ്കിൽ കൂടുകയാണെന്ന് കരുതുക, താപനില ഉയരുകയാണെന്ന് കരുതുക. നമ്മൾ സ്വാഭാവികമായിട്ട് ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? വിശാലമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ശ്രമിക്കും, അല്ലേ? ഒരു കാരണവശാലും ചൂട് കൂടി എന്ന് പറഞ്ഞിട്ട് അയ്യോ ചൂട് കൂടിയേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കാറില്ലല്ലോ. വളരെ വിശാലമായിട്ട് ഇരിക്കാനായിരിക്കും നിങ്ങൾ ശ്രമിക്കുക. നേരെ മറിച്ച് തിരിച്ചുള്ള ആസ്പെക്ട് കൂടെ ചിന്തിക്കുക. തണുപ്പിക്കുകയാണെങ്കിലോ, നിങ്ങൾ ഇരിക്കുന്ന എന്തായിരുന്നു റൂമിന്റെ അകത്തുള്ള ടെമ്പറേച്ചർ ഞാൻ ലോവർ ചെയ്യുകയാണെങ്കിലോ, നിങ്ങൾ ചുരുങ്ങി പോകുന്നതായിട്ട് ചുരുങ്ങി പോകാറാണ് പതിവ്, അല്ലെങ്കിൽ മാക്സിമം ചേർന്നിരിക്കാറാണ്, ചുരുങ്ങിയിരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കാറ്. ഇതേ സാധനം എല്ലാ പദാർത്ഥങ്ങൾക്കും ബാധകമാണ്. അതായത് ഇപ്പൊ ലോഹങ്ങളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ലോഹങ്ങൾ സാധാരണഗതിയിൽ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? വികാസത്തിന് വിധേയമാവും. ലോഹങ്ങൾ മാത്രമൊന്നല്ല, ഖരപദാർത്ഥങ്ങളായാലും എന്ത് തന്നെയായാലും എന്ത് ചെയ്യും? താപീയ വികാസത്തിന് വിധേയമാവും. അതായത് ഈ പറഞ്ഞ പദാർത്ഥങ്ങളുടെ എല്ലാം വ്യാപ്തം കൂടുന്നതായി നമുക്ക് കാണാം. എന്നാൽ ജലത്തിന്റെ മാത്രം ഒരു സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ജലം സാധാരണ പദാർത്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സാധാരണ പദാർത്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്താണ് ആ വ്യത്യസ്തത? സാധാരണ പദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ വികസിക്കുകയും തണുപ്പിക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യും. ജലവും അതുപോലെ തന്നെ. പക്ഷേ 4 ഡിഗ്രി സെൽഷ്യസ് മുതൽ 0 ഡിഗ്രി സെൽഷ്യസ് വരെ ഞാൻ ജലത്തെ തണുപ്പിക്കുകയാണ്. ഓക്കെ അല്ലേ? അതായത് തണുപ്പിച്ച് 10ലോ 20ലോ 30ലോ ഒക്കെ ഇരുന്ന ജലത്തെ ഞാൻ തണുപ്പിച്ച് എവിടെ എത്തി? 4 എത്തുന്നത് വരെയും ജലത്തിന് സാധാരണ ബിഹേവിയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4 എത്തുമ്പോൾ അവനിലെ നാഗവല്ലി മോഡ് ഓൺ ആകുന്നു, ആക്ടിവേറ്റഡ് ആവുന്നു. അതായത് 4 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ ജലം വികസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. നമ്മളൊക്കെ ആണെങ്കിൽ ചുരുങ്ങൂടാ, തണുപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചുരുങ്ങും. ജലവും ചുരുങ്ങി തന്നെയാണ് വന്നത്. പക്ഷെ 4 ഡിഗ്രി സെൽഷ്യസ് എത്തിയപ്പോൾ അസാധാരണമാം വിധം ജലം വികസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. 4 മുതൽ 0 വരെ ജലം എന്ത് ചെയ്യും? വികസിക്കും. ഓക്കെ അല്ലേ? 4 ഡിഗ്രി സെൽഷ്യസ് മുതൽ 0 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിക്കുന്ന സമയത്ത് മറ്റ് പദാർത്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജലം എന്ത് ചെയ്യാൻ തുടങ്ങി? വികസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പ്രതിഭാസത്തെ, മറ്റ് പദാർത്ഥങ്ങളിൽ നിന്ന് ജലത്തെ വ്യത്യസ്തമാക്കുന്ന ഈ പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ജലത്തിന്റെ അസാധാരണ വികാസം. ജലത്തിന്റെ അസാധാരണ വികാസം അല്ലെങ്കിൽ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്ന ടേം. അവിടെ ഓർമ്മിക്കേണ്ട മറ്റൊരു വസ്തുത, ഇങ്ങനെ ചുരുങ്ങി അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ജല തന്മാത്രകൾക്കിടയിൽ വായു തന്മാത്രകൾ അകപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൂടെ ഇതിനകത്ത് ഇൻപാർട്ടഡ് ആവുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. ഇത് കാരണമാണ് നമ്മൾ പറയുന്നത് എന്തായിരുന്നു? ഗ്ലാസ് ബോട്ടിലുകളിൽ ജലം നിറച്ച് ഫ്രീസറിൽ വെക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം. അതായത് നിങ്ങളൊരു ഗ്ലാസ് ബോട്ടിൽ ബ്രിമ്മ് വരെയും വെള്ളം നിറച്ച് ടൈറ്റ്ലി ക്ലോസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഫ്രീസറിലേക്ക് വെക്കുന്നു. സാധാരണ പദാർത്ഥങ്ങൾ തണുക്കുന്നത് പോലെ തന്നെ ജലവും തണുത്തു കഴിഞ്ഞാൽ ചുരുങ്ങേണ്ടതാണ്. പക്ഷേ 4 ഡിഗ്രി സെൽഷ്യസ് മുതൽ 0 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്ന സമയത്തിനിടയിൽ ജലം വികാസത്തിന് വിധേയമാവും, അല്ലെങ്കിൽ ജലത്തിന്റെ വ്യാപ്തം കൂടും. അങ്ങനെയാണെങ്കിൽ അവൻ ആ കുപ്പിയൊക്കെ പൊട്ടിച്ചങ്ങ് കളയും. ഓക്കെ അല്ലേ? അതായത് ഈ പറഞ്ഞ നിങ്ങൾ അങ്ങോട്ട് വെച്ചത് ബോട്ടിലാണ് എങ്കിൽ നിങ്ങൾക്ക് തിരികെ കിട്ടുന്നത് കുറച്ച് ചില്ല് മാത്രമായിരിക്കും. അങ്ങനെ ചുമ്മാ ഒരു എക്സാഗ്രേറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. എന്തിനായാലും ആ പറഞ്ഞ ബോട്ടിൽ പൊട്ടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിനകത്ത് തർക്കമില്ല. പറഞ്ഞു വന്നത്, ജലത്തിന് മറ്റ് പദാർത്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കുമ്പോൾ എന്ത് ചെയ്യാറാണ് പതിവ്? വ്യാപ്തം കൂടാറാണ് പതിവ്. വ്യാപ്തം കൂടിയാൽ സാന്ദ്രത കുറയുകയല്ലേ ചെയ്യുക? വ്യാപ്തം കൂടിയാൽ സാന്ദ്രത കുറയും. എങ്കിൽ വ്യാപ്തം, അതായത് സാന്ദ്രതയുടെ ഒരു സമവാക്യം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. സാന്ദ്രത ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? മാസ് ബൈ വ്യാപ്തം, അല്ലേ? മാസ് ബൈ വ്യാപ്തം, അതായത് മാസ് ബൈ വോളിയം എന്നുള്ളതാണ്. വോളിയം കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, വിപരീത അനുപാതത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തണുപ്പിക്കുന്നതിനനുസരിച്ച് സാധാരണഗതിയിലാണെങ്കിൽ സാന്ദ്രത എന്ത് ചെയ്ത് വരേണ്ടതാണ്? കൂടി വരേണ്ടതാണ്. 4 ഡിഗ്രി സെൽഷ്യസ് വരെ മറ്റ് പദാർത്ഥങ്ങളെ പോലെ തന്നെ സാന്ദ്രത കൂടി വരുന്നു. 4 ഡിഗ്രി സെൽഷ്യസ് എത്തിയപ്പോൾ വ്യാപ്തം കൂട്ടാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ സാന്ദ്രത കുറയാനും തുടങ്ങി. 4ൽ നിന്ന് 0ത്തിലേക്ക് എത്തുമ്പോൾ 0 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജലമില്ല, ഐസായി. ശരിയല്ലേ? അത് കാരണമാണ് നമ്മൾ പറയുന്നത് ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ള താപനില എന്ന് പറയുന്നത് എത്രയായിരുന്നു? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. 4ന് ശേഷം ഇങ്ങോട്ടുള്ള സകല താപനിലയിലും ഇവന്റെ വ്യാപ്തം കൂടുകയായിരിക്കും ചെയ്യുക. വ്യാപ്തം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? വ്യാപ്തം കൂടുന്നതിനനുസരിച്ച് സാന്ദ്രത കുറച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ 4 ഡിഗ്രി സെൽഷ്യസിലാണ് ഏറ്റവും ഉയർന്ന സാന്ദ്രത പ്രദർശിപ്പിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇൻ ബിറ്റ്വീൻ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ജലത്തെ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കിയാൽ, ജലത്തെ 0ത്തിൽ നിന്ന് 10ലേക്ക് ചൂടാക്കിയാൽ വ്യാപ്തത്തിന് സംഭവിക്കുന്ന വ്യത്യാസം എന്ത്? ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കൂടും കുറയും, ആദ്യം കൂടും പിന്നെ കുറയും, ആദ്യം കുറയും പിന്നെ കൂടും, ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ ആസ്പെക്റ്റിൽ ഒന്ന് ചിന്തിക്കൂ, അല്ലെങ്കിൽ നമ്മുടെ കാര്യം ഒന്ന് ചിന്തിക്കൂ. നിങ്ങളെയാണ് 0ത്തിൽ നിന്ന് 10ലേക്ക് ചൂടാക്കുന്നത്. ഇൻ ദ സെൻസ് ചൂട് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ വ്യാപ്തം കൂട്ടും, അല്ലെ? വ്യാപ്തം കൂടുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ജലത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, 4 മുതൽ 0 വരെ ചെറിയ പ്രശ്നമുണ്ട്. തണുപ്പിക്കുകയാണെങ്കിൽ 4ൽ നിന്ന് 0ത്തിലേക്ക് വരുമ്പോൾ വ്യാപ്തം കൂടും. അപ്പോൾ ചൂടാക്കുകയാണെങ്കിലോ വ്യാപ്തം ആദ്യം കുറയും.
ശേഷം എന്ത് ചെയ്യും? കൂടും. അങ്ങനെയാണെങ്കിൽ 0 മുതൽ 4 വരെ കുറയും, പിന്നീട് കൂടും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം കുറയും പിന്നെ കൂടും എന്നുള്ളതായിരുന്നു ഇതിന്റെ ശരിയായ ഉത്തരമായി വരേണ്ടത്. ഓക്കെ അല്ലടാ? ആദ്യം കുറയും പിന്നെ കൂടും. ഇതിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു ജലത്തിന്റെ അസാധാരണ വികാസം അല്ലെങ്കിൽ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ഈസ് ഇറ്റ് ക്ലിയർ? ശരിയല്ലേ? അതല്ലെങ്കിൽ അത് കിട്ടുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിച്ചോട്ടെ. വേറെ വലിയ പരിപാടി അതിനകത്ത് പറയാൻ വേണ്ടിയിട്ടില്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് കിട്ടി എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. ഓക്കെ അല്ലേ? സോ അടുത്ത ചോദ്യം, മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജ്ജത്തിന് സംഭവിക്കുന്ന വ്യത്യാസം. ഗതികോർജ്ജത്തിന് ഒരു സമവാക്യം നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ, അല്ല ഒന്നല്ല, ശരിക്കും 2 പഠിക്കാം. എന്തായാലും ആദ്യത്തെ പ്രോമിനന്റ് ആയിട്ടുള്ള സമവാക്യം k is equal to half mv². ഓൾസോ kയ്ക്കുള്ള മറ്റൊരു സമവാക്യം k is equal to p²/2m. ഈ 2 സമവാക്യങ്ങൾ നിങ്ങൾക്കറിയാം അല്ലേ? പ്രധാനപ്പെട്ട 2 സമവാക്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മാസ് പകുതിയാകുന്നു എന്നാണ്, അതായത് m എന്താവുന്നു എന്നാ ഹാഫ് ഇൻറ്റു m/2 ആവുന്നു എന്നാണ്. v പ്രവേഗം എന്താവുന്നു എന്നാ ഇരട്ടിയാകുന്നു എന്നാണ്. വിക്ക് പകരം 2v² ആകുന്നു എന്നാണ്. എങ്കിൽ ഈ പറഞ്ഞ എന്തായിരുന്നു പ്രോബ്ലം തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു m/2 ഇൻറ്റു 4v². അല്ലേ? ഇവിടെ അതർ ദാൻ ഹാഫ് mv², അല്ലാതെ ഇവിടെ പുതുതായിട്ട് വന്ന 2 ആൾക്കാരെ മാത്രം ഞാനൊന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അതായത് 4/2 ഇൻറ്റു ഹാഫ് mv². അല്ലേ? ഈ പറഞ്ഞ 4/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. 2 ഇൻറ്റു ഹാഫ് mv². അതായത് ഗതികോർജ്ജം എത്ര മടങ്ങായി കൂടിയടാ? ഇരട്ടിയായി അല്ലേ? ഇരട്ടിയായി. ഇത് എങ്ങനെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. മാസിനകത്ത് വരുന്ന മാറ്റങ്ങൾ അതേപടി ആർക്കും സംഭവിക്കും, ഗതികോർജ്ജത്തിന് സംഭവിക്കും. മാസ് ഇരട്ടിയായാൽ ഗതികോർജ്ജം ഇരട്ടിയാവും. മാസ് 10 മടങ്ങായാൽ ഗതികോർജ്ജം 10 മടങ്ങാവും. മാസ് 5 മടങ്ങായാൽ ഗതികോർജ്ജവും 5 മടങ്ങാവും. മാസ് 1500 മടങ്ങായി കഴിഞ്ഞാൽ ഗതികോർജ്ജവും 1500 മടങ്ങാവും. എടാ, പ്രവേഗത്തിന് സംഭവിക്കുന്ന വ്യത്യാസം, മാസ് പകുതിയായി കഴിഞ്ഞാൽ ഗതികോർജ്ജം പകുതിയാവും, ഇതിനെ കുറഞ്ഞില്ല എന്ന് നിങ്ങൾ പറയരുത്. പ്രവേഗത്തിന് സംഭവിക്കുന്ന വ്യത്യാസം, പ്രവേഗം ഇരട്ടിയാവുകയാണെങ്കിൽ, അതായത് വെലോസിറ്റി ഇരട്ടിയാവുകയാണെങ്കിൽ കൈനറ്റിക് എനർജി എന്താവും? 4 ടൈംസ് ആവും. എടാ, അതായത് സ്ക്വയർ ടൈംസ് ആയിട്ട് കൂടും, അല്ലെങ്കിൽ സ്ക്വയർ ടൈംസ് ആയിട്ട് കുറയും. മനസ്സിലായോ? പ്രവേഗം 5 മടങ്ങാവുകയാണെങ്കിൽ 25 മടങ്ങായിട്ടായിരിക്കും കൈനറ്റിക് എനർജി കൂടുക. വെലോസിറ്റി 10 മടങ്ങാവുകയാണെങ്കിൽ 100 മടങ്ങായിട്ടായിരിക്കും കൈനറ്റിക് എനർജി കൂടുക. അതായത് സ്ക്വയർ ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും എന്നുള്ള കാര്യം വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഓക്കെ അല്ലേ? അപ്പൊ മാസിന് വരുന്ന മാറ്റങ്ങൾ അതേപടിയും പ്രവേഗത്തിന് വരുന്ന മാറ്റങ്ങളുടെ വർഗ്ഗമായിട്ടും എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. എവിടെ? കൈനറ്റിക് എനർജിയിൽ. ഓക്കെ അല്ലേ? അതായത് മാസ് ഇരട്ടിയായി കഴിഞ്ഞാൽ ഗതികോർജ്ജം ഇരട്ടിയാവും, പ്രവേഗം ഇരട്ടിയായി കഴിഞ്ഞാൽ ഗതികോർജ്ജം 4 മടങ്ങാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നു മാസ് പകുതി, അപ്പൊ ഗതികോർജ്ജം പകുതിയായി നിൽക്കുകയാണേ. അതുപോലെ തന്നെ പ്രവേഗം ഇരട്ടിയായപ്പോഴത്തേക്ക് 4 മടങ്ങായി. സോ 2ഉം 4ഉം അത് തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടി 2k. ഓക്കെ. അടുത്ത ചോദ്യം, ഒരു ചില്ല് പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ കാരണം. സാധാരണഗതിയിൽ ചില്ല് പാത്രങ്ങളിലേക്ക് അത്യാവശ്യം ഹൈ ടെമ്പറേച്ചറിലുള്ള ജലം ഒഴിക്കുന്ന സമയത്ത് ഈ ചില്ല് പാത്രം പൊട്ടിപ്പോകാറുണ്ട്. ഗ്ലാസ് യൂട്ടൻസിൽസ് ഒക്കെ പൊട്ടിപ്പോകുന്നതിനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ചില്ലുപാത്രത്തിന്റെ താപചാലകത, ഹീറ്റ് കണ്ടക്ടിവിറ്റി കുറവായതിനാൽ, ചില്ലുപാത്രത്തിന്റെ താപചാലകത കൂടുതലായതിനാൽ, ഹീറ്റ് കണ്ടക്ടിവിറ്റി കൂടുതലായതിനാൽ, ചില്ലുപാത്രത്തിന്റെ ആപേക്ഷിക താപം കുറവായതിനാൽ, അതായത് റിലേറ്റീവ് ഹീറ്റ് കുറവായതിനാൽ, അവസാനം ചില്ലുപാത്രത്തിന്റെ സാന്ദ്രത പെട്ടെന്ന് കൂടുന്നതുകൊണ്ട്. ശരിക്കും അതാണ് കാരണോടാ. സാന്ദ്രതയേക്കാൾ നല്ല വാക്ക് വ്യാപ്തം കൂടുന്നതിനാൽ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. എന്തിനായാലും താപം കൂടുന്നതിനനുസരിച്ച് പദാർത്ഥങ്ങളുടെ വ്യാപ്തം കൂടാറുണ്ട്. എങ്കിൽ ആ വ്യാപ്തം കൂടുന്നതാണ് ശരിയായ കാരണം എന്ന് പറയുന്നത്. എന്തിനായാലും ഇപ്പൊ തൽക്കാലം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ചില്ലുപാത്രത്തിന്റെ സാന്ദ്രത കൂടുന്നതാണ്. അല്ലെങ്കിൽ എന്തായിരുന്നടാ, ശരിക്കും താപീയ വികാസത്തിന് വിധേയമാകുന്നതിനാലാണ് എന്ത് ചെയ്യുന്നത്? ചില്ലുപാത്രം പൊട്ടിപ്പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, 30 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിൽ നിന്നും 50 ഗ്രാം ഭാരമുള്ള ഒരു കല്ല് താഴേക്ക് എത്തുമ്പോൾ അതിന്റെ പ്രവേഗം ഏകദേശം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ അല്ലേ? 30 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു 30 മീറ്റർ h ആണ്. എടാ, ഒരിത്തിരി നിലവാരം കൂടിയ ചോദ്യമാണ്, ഒന്ന് ചെയ്ത് മാറണം, നിങ്ങൾ എന്നോടൊപ്പം ചെയ്യണം. സോ 30 മീറ്റർ ഉയരമുള്ള കെട്ടിടമായതിനാൽ ഞാൻ ഹൈറ്റ് 30 മീറ്റർ എന്ന് എഴുതി. 50 ഗ്രാം ഭാരമുള്ള കല്ല്, മാസ് 50 ഗ്രാം വിച്ച് ഇസ് ഇക്വലന്റ് ടു എത്ര? 0.5 കിലോഗ്രാം. 0.5 കിലോഗ്രാം എന്ന് ഞാൻ എഴുതി. താഴേക്ക് എത്തുമ്പോൾ അതിന്റെ പ്രവേഗം എത്ര എന്നുള്ളതാണ് ചോദ്യം. ചലിക്കുന്ന ഒരു കല്ലല്ലേ, സ്വാഭാവികമായിട്ടും ഉയരത്തിൽ നിന്ന് താഴേക്ക് വരുന്നത് കാരണം ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം അവന് ലഭിക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ജിയുടെ മൂല്യം കൂടെ ഞാൻ എഴുതുന്നു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ഇത്രയും മൂല്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് എങ്ങനെ പ്രവേഗത്തിലേക്ക് എത്താൻ കഴിയും? ഇവിടെയാണ് നിങ്ങളെ സഹായിക്കാൻ ആരുള്ളത്? പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു സമവാക്യം ഉള്ളത്, സ്ഥിതികോർജ്ജത്തിന്റെ ഒരു സമവാക്യം ഉള്ളത്, P is equal to mgh. എടാ, ഞാൻ അത് വെച്ചിട്ട് mgh കണ്ടുപിടിക്കുകയാണ്. 0.5 into 9.8 into 30. That will eventually give you, നിങ്ങൾക്കത് എത്ര ലഭിക്കുമെന്ന് അറിയാമോ? 147 ജൂൾ ലഭിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ മൂല്യം 147 എന്ന് കിട്ടി.
പൊട്ടൻഷ്യൽ എനർജിയുടെ മൂല്യം എത്രയാ? 147 എന്ന് കിട്ടി. ഇവിടെ ഈ പറഞ്ഞ വസ്തു താഴെ എത്തുമ്പോൾ, ഏറ്റവും താഴെ എത്തുന്ന സമയത്ത്, അതായത് ജസ്റ്റ് ബിഫോർ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട്, റീച്ചിങ് ദ ഗ്രൗണ്ടിന് തൊട്ട് മുന്നിലായി ഈ പറഞ്ഞ സ്ഥിതികോർജ്ജം പൂർണ്ണമായി എന്തായി മാറിയിട്ടുണ്ടാവൂടാ? ഗതികോർജ്ജമായി മാറിയിട്ടുണ്ടാവും. അടുത്ത് എന്തായിരുന്നു? കല്ല് നിശ്ചലാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല, തൊട്ട് മുന്നിൽ എത്തുന്ന സമയത്ത്, അതായത് ജസ്റ്റ് ബിഫോർ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട്, ആ പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി പൂർണ്ണമായിട്ടും കൈനറ്റിക് എനർജിയായി മാറിയിട്ടുണ്ടാവും. അതായത് ഗതികോർജ്ജത്തിന്റെ മൂല്യം 147 ജൂൾ എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഓക്കെ അല്ലേ? ഈ പറഞ്ഞ പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി സ്ഥിതികോർജ്ജം പൂർണ്ണമായും ഗതികോർജ്ജമായി മാറുന്നു. ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല. നമ്മളടുത്തുള്ള ചോദ്യം ഇതല്ല, എത്രയായിരുന്നു പ്രവേഗം എന്നുള്ളതാണ്. എടാ, കൈനറ്റിക് എനർജിയുടെ സമവാക്യം നിങ്ങൾക്കറിയാം, K is equal to half mv² ആണ്. ശരിയല്ലേ? K is equal to half mv² ആണ്. എങ്കിൽ ഞാൻ എഴുതുന്നു half mv² is equal to എത്ര? 147. ഓക്കെ അല്ലേ? എങ്കിൽ v² is equal to, ഞാനൊന്ന് മാറ്റി എഴുതിക്കോട്ടെ, അതിനുശേഷം ഞാൻ ആക്കാം. സോ 2 ഡിവൈഡ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 അപ്പുറത്തേക്ക് പോകും, 2 ഡിവൈഡ് ബൈ m താഴേക്ക് ഇറങ്ങും 2/m ഇൻറ്റു 147 എന്ന് കിട്ടും. അതായത് 2 ഡിവൈഡഡ് ബൈ 0.5, മാസ് 0.5 അല്ലേ, കിലോഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാവൂ, ഇൻറ്റു 147. ഇത് v²ന്റെ മൂല്യമാണ്. അങ്ങനെയാണെങ്കിൽ v is equal to root of 2 divided by 0.5 into 147. That will eventually give you root of 588. അതിന്റെ മൂല്യം 24.25 മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സമയം വേണ്ട, ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ആകെ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, പരമാവധി ഉയരത്തിൽ വെച്ചിട്ടുള്ള സ്ഥിതികോർജ്ജം എന്തായിരുന്നു, ഗ്രൗണ്ടിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് എന്തായിട്ട് പൂർണ്ണമായിട്ടും എന്തായിട്ട് മാറിയിട്ടുണ്ടാവൂടാ? ഗതികോർജ്ജമായി മാറിയിട്ടുണ്ടാവും എന്നുള്ള വസ്തുത വേണം ഓർമ്മയിൽ ഉണ്ടാവാൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ കുറിച്ച് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റായത് ഏത് എന്നുള്ളതാണ്. ഇത് ഈ ചോദ്യത്തിന്റെ ഒരു രീതി മാത്രം ഇങ്ങനെ ഉള്ളടാ, വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യമാണ്. നോക്കാം. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ആര്യഭട്ടയാണ്. ശരിയാണ്. രണ്ടാമത്തെ ഉപഗ്രഹം ഭാസ്കരയാണ് അല്ലേ? ഇന്ത്യൻ സ്പേസ് റിസർച്ചിന്റെ ഫാദർ, പിതാവ് എന്ന് അറിയപ്പെടുന്നത് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിക്രം സാരാഭായി ആണ്. ശരിയായ പ്രസ്താവന. ISRO സ്ഥാപിച്ചത് 1962 ആൻഡ് ISRO ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് റിപ്പോർട്ട് ചെയ്യുന്നു. ISRO റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ സ്പേസ് ഡിപ്പാർട്ട്മെന്റിനാണ് എന്നുള്ളതാണ്. എങ്കിൽ ഈ 1962 കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിരി വന്നു കാണും, പുഞ്ചിരി വന്നു കാണും. 1969 ഓഗസ്റ്റ് 15 എന്നുള്ളതാണ് ISRO സ്ഥാപിതമായ വർഷം. എങ്കിൽ സി ആണ് ISRO കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന. സി ആണ് ISRO കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന. ഓക്കെ. 3, R&D പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2007 മുന്നോട്ട് വെച്ച അംബ്രല പദ്ധതി ഏതാണ്? R&D സ്റ്റാൻഡ്സ് ഫോർ R&D ആണ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കുവാനായി 2007 രൂപീകരിച്ച അംബ്രല പദ്ധതി ഏത് എന്നുള്ളതാണ്. അംബ്രല പ്രോജക്ട് ഏത് എന്നുള്ളതാണ്. അത് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. പഠിച്ചോളെ. R&D പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 2007 മുന്നോട്ട് വെച്ച അംബ്രല പദ്ധതിയാണ് എന്ത്? നാനോ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന പ്രോജക്ട്. ഓക്കെ അല്ലെ? നാനോ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന അംബ്രല പ്രോജക്റ്റ് ആണ് മുന്നോട്ട് വെച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആഫ്റ്റർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചലിക്കുന്ന വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിന്റെ ചലനം മന്ദഗതിയിലാകുന്നു. അപ്പോൾ ചെയ്ത ജോലിയാണ്. അതായത് ഒരു വസ്തു ഞാനിങ്ങനെ ഒരു സ്റ്റീപ്പി ആയിട്ടുള്ള പോർഷനിൽ വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വസ്തു എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? ചലിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഈ ചലനത്തെ എതിർക്കാൻ വേണ്ടിയിട്ട്, അതായത് മന്ദഗതിയിലാക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒപ്പോസ് ചെയ്യുന്ന ഒരു ബലം പ്രയോഗിക്കണം. ചലനത്തെ എതിർക്കുന്ന തരത്തിലൊരു ബലം പ്രയോഗിക്കണം. എങ്കിൽ ആ ബലം ഉറപ്പായും എന്തായിരിക്കും? ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ആ ബലം ചെയ്യുന്ന പ്രവൃത്തി ഉറപ്പായിട്ട് നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്തോന്നാ? എപ്പോഴും ബലം പ്രയോഗിക്കുന്ന ദിശയിലാണ് ചലനമെങ്കിൽ, ബലം പ്രയോഗിക്കുന്ന അതേ ദിശയിലാണ് വസ്തുവിന് ചലനം സംഭവിക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ് പ്രവൃത്തിയെ സൂചിപ്പിക്കും അല്ലെ? പോസിറ്റീവ് പ്രവൃത്തിയെ സൂചിപ്പിക്കും. ഇവിടെ ഇപ്പൊ എന്തോന്നാ? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ ഒപ്പോസ് ചെയ്യുന്ന ഡയറക്ഷനിൽ, അതായത് അതിനെ എതിർക്കുന്ന തരത്തിൽ ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? അത് മന്ദഗതിയിലേക്ക് ആവുള്ളൂ. ആ ചലനം മന്ദഗതിയിലേക്ക് ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് പ്രവൃത്തി ആയിരിക്കും. ബലം പ്രയോഗിക്കുന്നതിന് വിപരീത ദിശയിലാണ് നമ്മൾ ചലിക്കുന്നതെങ്കിൽ, വസ്തു ചലിക്കുന്നത് എങ്കിൽ ആ പറഞ്ഞ പ്രവൃത്തി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലടാ? ബലം പ്രയോഗിക്കുന്ന അതേ ദിശയിലാണ് വസ്തുവിന്റെ സ്ഥാനാന്തരമെങ്കിൽ പ്രവൃത്തി പോസിറ്റീവ് ആണ്. ബലം പ്രയോഗിക്കുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ പ്രവൃത്തി നെഗറ്റീവ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയുടെ പിണ്ഡവും ആരവും 1% കുറഞ്ഞാൽ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ 2 മണിക്കൂർ ഡിറൈവ് ചെയ്ത് പറഞ്ഞു തരേണ്ടി വരും. നിങ്ങൾ ഇത്ര മാത്രം ഓർമ്മിക്ക്. G is equal to
Gm/r² എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? ഏതാ? ഗുരുത്വാകർഷണ ത്വരണത്തെ സൂചിപ്പിക്കുന്ന ഇക്വേഷനാണ്, സമവാക്യമാണ് G = Gm/r². ഇവിടെ ഈ പറഞ്ഞ പിണ്ഡവും ആരവും ആകെ സ്വാധീനിക്കുന്നത് ആരെ മാത്രമാ? ഗുരുത്വാകർഷണ ത്വരണത്തെ മാത്രമാണ്. ഇനി അത് എങ്ങനെ സ്വാധീനിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, ഇവന്മാർ രണ്ടുപേരും കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആരം കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൂടണം G. ശരിക്കും ഇവിടെ ആക്യുറേറ്റ് ആയിട്ട് ഞാൻ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ജിയുടെ മൂല്യം 1% കൂടും, 1% കൂടും. ഓക്കെ, ജിയുടെ മൂല്യം 1% കൂടും എന്നുള്ളതാണ് ഇവിടുത്തെ ശരി ഉത്തരം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതുന്നു ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം വർദ്ധിക്കുമെന്ന് ജനറലൈസ് ചെയ്ത് എഴുതി വെക്കുന്നു. ഓക്കെ അല്ലടാ, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം വർദ്ധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. 1% വർദ്ധിക്കും എന്നുള്ളതാണ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ, 1% വർദ്ധിക്കും എന്നുള്ളതാണ് കൃത്യതയാർന്ന ഉത്തരം എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, രണ്ട് സമാന്തര തലം കണ്ണാടികൾക്കിടയിൽ നിരീക്ഷിക്കാവുന്ന ചിത്രങ്ങളുടെ എണ്ണം. എടാ, രണ്ട് കണ്ണാടികളെ ഞാൻ ഇങ്ങനെ പാരലലി പ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ അല്ലേ, നാഷണൽ ഹൈവേ 66. അതിന് രണ്ട് ദർപ്പണങ്ങളെ, സമാന്തര ദർപ്പണങ്ങളെ ഞാൻ ഇങ്ങനെ സമാന്തരമായി പ്ലേസ് ചെയ്യുകയാണ്. ഇതിന് നടുവിലായിട്ട് ഒരു വസ്തു വയ്ക്കുകയാണ്. സോ വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ്? എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. എടാ, ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം ഇൻഫൈനൈറ്റ് ആയിരിക്കും, അനന്തമായിരിക്കും. കാരണം എന്തോന്നാ, നിങ്ങളെ തന്നെ അസ്യൂം ചെയ്ത് നോക്കൂ. ഇഫ് യു ആർ ബീങ് എന്തായിരുന്നു അല്ലെങ്കിൽ പ്ലേസ്ഡ് ബിറ്റ്വീൻ ടു പാരലലി പ്ലേസ്ഡ് മിറേഴ്സ്, ഇങ്ങനെ രണ്ട് മിററുകൾക്കിടയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ കുറേ അധികം ഇമേജസ് കാണാം, നിങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോഴും കുറേ അധികം ഇമേജസ് കാണാം. കാരണം ഓരോ ഇമേജും അടുത്ത മിററിനുള്ള എന്തായിട്ട് ഒരു ലാറ്ററൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെർച്വൽ ആയിട്ടുള്ള മറ്റൊരു ഓബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയായിരിക്കും ചെയ്യുക. അതായത് അതിനുള്ളിൽ ഉണ്ടാകുന്ന ഓരോ പ്രതിബിംബങ്ങളും അടുത്ത ദർപ്പണത്തിലുള്ള എന്താണ്? പ്രതിബിംബമാണ്. അടുത്ത ദർപ്പണത്തിനുള്ള വസ്തുവായിട്ട് അനുഭവപ്പെടും, ആക്ട് ചെയ്യുമെന്നുള്ളതാണ്. അതായത് അനന്തത, ഇഷ്ടംപോലെ നമ്പർ, ഇനോർമസ് നമ്പർ ഓഫ് ഇമേജസ് വിൽ ബി ഫോംഡ് എന്നുള്ളതാണ്. എങ്കിൽ അനന്തം എന്നുള്ളതാണ്, ഇൻഫൈനൈറ്റ് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരേണ്ടത്. എന്നാൽ രണ്ട് സമതല ദർപ്പണങ്ങൾ നിശ്ചിത കോണളവിലാണ് വയ്ക്കുന്നത്. തീറ്റ എന്ന് പറയുന്ന കോണളവിലാണ് വയ്ക്കുന്നത്. ഒരു 30, 60, 45, 180 എന്നൊക്കെ പറയുന്ന കോണളവിലാണ് വയ്ക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ഇസ് ഈക്വൽ ടു n is equal to 360/θ - 1 എന്ന് പറയുന്ന സമവാക്യം നിങ്ങൾക്ക് ഉപയോഗിക്കാം. n is equal to 360/θ - 1, n is equal to 360/θ - 1. ഓക്കെ ആണല്ലോ. അപ്പൊ രണ്ട് സമാന്തര തലം കണ്ണാടികൾക്കിടയിൽ നിരീക്ഷിക്കാവുന്ന ചിത്രങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? അനന്തമാണ്. എന്നാൽ രണ്ട് സമതല ദർപ്പണങ്ങളെ എന്ത് ചെയ്യാണ്? ഒരു നിശ്ചിത കോണളവിൽ വയ്ക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള സമവാക്യം n is equal to 360/θ - 1 എന്നുള്ളതാണ്. ഓക്കെ, ഓഫ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെർക്കുറസ് നൈട്രേറ്റ് എന്ന സംയുക്തം കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര് എന്നുള്ളതാണ്. എടാ, ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി, ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവാണ് ഇത് കണ്ടെത്തിയത്. ആരാ? ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവാണ് ആര്? PC റായ്, പ്രഫുല്ല ചന്ദ്ര റായ്. ഓക്കെ അല്ലേ, പ്രഫുല്ല ചന്ദ്ര റായ് കണ്ടെത്തിയ ഒരു സംയുക്തമാണ് എന്ത്? മെർക്കുറസ് നൈട്രേറ്റ് എന്നുള്ളത്. ആരായിരുന്നു? മെർക്കുറസ് നൈട്രേറ്റ്. ഓക്കെ, മെർക്കുറസ് നൈട്രേറ്റ് കണ്ടെത്തിയത് ആരായിരുന്നു? പ്രഫുല്ല ചന്ദ്ര റായ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവാണ് ആര്? പ്രഫുല്ല ചന്ദ്ര റായ്. പ്രഫുല്ല ചന്ദ്ര റായ് കണ്ടെത്തിയ സംയുക്തമാണ് മെർക്കുറസ് നൈട്രേറ്റ്. ഓക്കെ, ISROയുടെ ഇത് നിങ്ങൾ ചോദ്യത്തിന്റെ ഫസ്റ്റ് വരി വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരമുണ്ട്. എനിവേ ഡാഷ് ഒരു ISROയുടെ വിപണന വിഭാഗമാണ്. അത് ISROയുടെ ബഹിരാകാശ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആഭ്യന്തര അന്തർദേശീയ ഉപഭോക്താക്കൾക്ക് വിപണനം ചെയ്യുന്നു. അത് മറ്റാരുമല്ല സുഹൃത്തുക്കളെ, ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആണ്. എങ്കിൽ ഉത്തരം ആരായിരുന്നു? ആൻഡ്രിക്സ് കോർപ്പറേഷൻ. ഓക്കെ അല്ലടാ, ആൻഡ്രിക്സ് കോർപ്പറേഷൻ B ആണ് ആൻസർ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ അല്ലേ, ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. ആൻഡ്രിക്സ് കോർപ്പറേഷൻ. ഓക്കെ അല്ലേ, ISROയുടെ വാണിജ്യ വിഭാഗമാണ്. ഈ പറഞ്ഞ വിൽപ്പനയും കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നത് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെ വിശ്വസിക്കുന്നു. നോക്കൂ, താഴെ പറയുന്നവയിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ് അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ് അല്ലാത്തത് എന്നുള്ളതാണ്. എടാ, ഇതിനുള്ളിൽ ഒരു ഫോസിൽ ഇന്ധനം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇങ്ങനെയല്ല, അത് എങ്ങനെ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്? അത് പ്രകൃതിവാതക ഊർജ്ജമാണ്. പ്രകൃതി വാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നാച്ചുറൽ ഗ്യാസ്. നാച്ചുറൽ ഗ്യാസ്. ഈ നാച്ചുറൽ ഗ്യാസ് ഒരു ഫോസിൽ ഇന്ധനത്തിന് ഉദാഹരണമാണ്. നമ്മുടെ LPG മറ്റൊരു ഫോസിൽ ഇന്ധനത്തിന് ഉദാഹരണമാണ്. അപ്പൊ പൊതുവെ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്ന ആൾക്കാര് എടാ കൽക്കരി പ്രകൃതിവാതകം അല്ലെങ്കിൽ നമ്മുടെ പെട്രോൾ എന്നൊക്കെ പറയുന്ന സംഗതികളെല്ലാം എന്തായിരുന്നു? ഫോസിൽ ഇന്ധനങ്ങളുടെ ശ്രേണിയിൽ വരുന്നതാണ്. അവരൊന്നും പുനരുപയോഗിക്കാവുന്നതാണോ? അവരെല്ലാം പുനരുപയോഗിക്കാവുന്നതല്ല. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ പൊതുവെ പുനരുപയോഗിക്കാൻ കഴിയാത്തവയാണ്. എങ്കിൽ കൽക്കരിയും പ്രകൃതിവാതകവും ഒന്നും പുനരുപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ് അല്ലാത്തത് ആരാണ്? പ്രകൃതിവാതകമാണ്. എടാ, ഈ അല്ലാത്തതിനെ മറന്നു കളയല്ലേ. അല്ലാത്തത് കാണാതിരിക്കലാണ് നമുക്ക് പറ്റുന്ന അബദ്ധം.
ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ജല ഊർജ്ജവും ജിയോതാപവും ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ടൊക്കെ ഒരു ടെംപ്ടേഷൻ വരും. ഒരു കാരണവശാലും ചോദ്യം വ്യക്തമായി വായിക്കാതെ ഉത്തരത്തിലേക്ക് എത്തരുത് എന്നുള്ള ഒരു അപേക്ഷ ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുന്നു. അടുത്ത ചോദ്യം, ഹരിതഗ്രഹവാതക ഉദ്വമനത്തിന്റെ പ്രധാന പങ്ക്, അതായത് ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് അത് പറഞ്ഞു കൊടുക്കും. അത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഹരിതഗ്രഹവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതല്ലെങ്കിൽ എന്തായിരുന്നു അതിന്റെ ഇമിഷൻ ഏറ്റവും കൂടുതൽ നടത്തുന്നത് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും കൂടുതൽ റോൾ ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡിനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലടാ? മുഖ്യ പങ്ക് വഹിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ചേർന്ന് തന്നെ കൂട്ടുകാരനായി കാർബൺ മോണോക്സൈഡ് ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ മീഥെയ്ൻ എന്ന് പറയുന്ന വാതകവും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന ആളും എന്ത് തന്നെയാണ്? ഒരു ഹരിതഗ്രഹവാതകം തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് ഓപ്ഷന്റെ അകത്തുള്ള 3 പേര് ഹരിതഗ്രഹവാതകങ്ങളാണ്, എന്നാൽ പ്രധാന പങ്കുള്ളത് കാർബൺ ഡൈ ഓക്സൈഡിനാണ് എന്നുള്ള കാര്യം വേണം നിങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിക്കാൻ. ഓക്കെ, അടുത്ത ചോദ്യം ഒരിത്തിരി നിലവാരമുള്ള ചോദ്യമാണ്. കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ വ്യതിചലിക്കുന്ന ലെൻസും 40 സെന്റിമീറ്റർ കൺവെർജിംഗ് ലെൻസും ചേർന്ന കണ്ണടകൾ ഒരു നേത്രരോഗ വിദഗ്ധൻ നിർദ്ദേശിക്കുന്നു. ഡയോപ്റ്ററുകളിലെ ലെൻസ് സംയോജനത്തിന്റെ പവർ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം വ്യക്തമായി ഒരു തവണയോടെ വായിക്കാം. ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ വ്യതിചലിക്കുന്ന ലെൻസും 10 സെന്റിമീറ്റർ ആയ വ്യതിചലിക്കുന്ന ലെൻസും 40 സെന്റിമീറ്റർ ആയ കൺവെർജിംഗ് ലെൻസും ചേർന്ന കണ്ണടകൾ ഒരു നേത്രരോഗ വിദഗ്ധൻ നിർദ്ദേശിക്കുന്നു. അത് കഥയുടെ 2 ലെറ്റർ ഭാഗം, നമുക്ക് ആവശ്യമില്ല. ഡയോപ്റ്ററുകളിലെ ലെൻസ് സംയോജനത്തിന്റെ പവർ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. എടാ ഇതൊരു എന്തായിരുന്നു നമ്മുടെ മറ്റേ NCERT ടോപ്പിക്കിനകത്തുള്ളതാണ്. ഫോക്കൽ ലെങ്തിന്റെ കോമ്പിനേഷൻ, അതായത് 1/f1 is equal to 1/f is equal to 1/f1 plus 1/f2 plus 1/f3 plus ഇങ്ങനെയാണ് ഫോക്കസ് ദൂരം. അതായത് ഒന്നിലധികം ലെൻസുകൾ നിങ്ങൾ കമ്പൈൻ ചെയ്യുമെങ്കിൽ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത് ഈ ക്രമത്തിലാണ്. പവർ P is equal to, പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നിലധികം ലെൻസുകൾ ചേർത്ത് വയ്ക്കുകയാണ്. പവർ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? ഈ പവറുകളെ തമ്മിലൊന്ന് കൂട്ടി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, പവർ P1 plus P2 plus P3 plus എക്സെട്ര എന്നുള്ള രീതിയിൽ കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം മതി. അപ്പൊ നമുക്കിതിനെ ഒന്ന് സൂക്ഷിച്ചൊന്ന് ചെയ്തു നോക്കാം. അതായത് ഈ പറഞ്ഞ പവറിലേക്ക് എത്തുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് പവർ എന്താണെന്ന് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. പവർ P is equal to എന്ത്? 1/f. മീറ്ററിൽ രേഖപ്പെടുത്തിയ ഫോക്കസ് ദൂരത്തിന്റെ വിൽക്രമത്തിന് നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു പവർ. എന്തായിരുന്നു? മീറ്ററിൽ രേഖപ്പെടുത്തിയ ഫോക്കസ് ദൂരത്തിന്റെ വിൽക്രമമാണ് പവർ എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റേഴ്സ്. മീറ്ററിൽ രേഖപ്പെടുത്തിയ ഫോക്കസ് ദൂരത്തിന്റെ വിൽക്രമം. അതായത് ഈ പറഞ്ഞ ഫോക്കസ് ദൂരത്തിന് ആദ്യം നിങ്ങൾ എന്തിലോട്ട് കൺവെർട്ട് ചെയ്യണം? മീറ്ററിലോട്ട് കൺവെർട്ട് ചെയ്യണം. മീറ്ററിലോട്ട് കൺവെർട്ട് ചെയ്ത ശേഷം അതിന് എന്ത് ചെയ്താൽ മതി? അതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ എന്തായി? പവറായി. അപ്പൊ ഞാൻ ഇവിടുത്തെ 2 ലെൻസിനെയും കൂടെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. വ്യതിചലിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവർജ് ചെയ്യുക എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം, ഡൈവർജ്. അപ്പോ ഡൈവർജിങ് ലെൻസ് എന്ന് പറയുന്നത് ആരായിരുന്നടാ? സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺകേവ് ആണ്. എന്നാൽ കൺവെർജിങ് ലെൻസ്, ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യാം? ആദ്യ സ്റ്റെപ്പായി രണ്ടുപേരുടെയും ഫോക്കസ് ദൂരം ഒന്ന് എടുത്ത് എഴുതാം. ഫോക്കൽ ലെങ്ത് F1 വ്യതിചലിക്കുന്ന ലെൻസ്, അതായത് കോൺകേവ് ആണ്. കേവ് ആയതുകൊണ്ട് തന്നെ ഫോക്കസ് ദൂരം നെഗറ്റീവ് ആയിരിക്കും. ഞാൻ എഴുതി -10 സെന്റിമീറ്റർ. രണ്ടാമത്തവൻ F2 എന്ന് എടുത്ത് എഴുതി. F2 is equal to എത്ര? കൺവെർജിംഗ് ലെൻസ് ആണ്. കൺവെർജിംഗ് ആയതുകൊണ്ട് തന്നെ കോൺവെക്സ് ആണ്. ദ പവർ വിൽ അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് വിൽ ബി പോസിറ്റീവ്. 2 സാധനങ്ങളുമായി. നൗ F1ന്റെ സഹായത്തോടെ ആദ്യം ഞാൻ F1നെ എന്തിലോട്ടാക്കുന്നതാ? മീറ്ററിലോട്ടാക്കുന്നു. അതിന് വേണ്ടിയിട്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ. ദാറ്റ് ഇസ് -10 divided by 100 is equal to -0.1 ഡയോപ്റ്റർ. -10 into 100 -0.1 മീറ്റർ. പവർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പവർ P is equal to P1 is equal to 1/f1 അല്ലേ? അപ്പൊ ഞാൻ എഴുതി 1/-0.1. മുകളിലും താഴെ ഒരു 10 കൊണ്ട് ഗുണിക്കാമല്ലോ. ×10 × 10 ഈക്വൽ ടു 10/-1. അതല്ലെങ്കിൽ എന്തായാലും ഒരു സ്റ്റെപ്പ് കൂടെ 10/-1. That will eventually give you എത്ര? -10 ഡയോപ്റ്റർ. ആദ്യത്തെ ലെൻസിന്റെ പവർ നമ്മൾ കണ്ടെത്തി, -10 ഡയോപ്റ്റർ. ഓക്കെ ആണല്ലോ? അതേപടി തന്നെ നമുക്ക് രണ്ടാമത്തെ ലെൻസിന്റെ പവർ കൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഇത്രയും സമയമൊന്നും വേണ്ട, ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ഓറിയന്റഡ് ആയിട്ട് പറയുന്നത് കൊണ്ടാണ് ആ രീതിയിലേക്ക് പോയത്. രണ്ടാമത്തെ ലെൻസിന്റെ കാര്യവും നമുക്ക് ഇതുപോലെ തന്നെ നോക്കാം. F2 അറിയാമല്ലോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? F2നെ മീറ്ററിലോട്ടാക്കുന്നു. അതിന് വേണ്ടിയിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് വിൽ ഗിവ് യു 0.4 മീറ്റർ അല്ലേ? പ്ലസ് ആണ്, കോൺവെക്സ് ആയതുകൊണ്ട് 0.4 മീറ്റർ. P2 is equal to എന്തായിരിക്കും? 1/f2 ആയിരിക്കും. ശരിയല്ലേ? 1/f2. ദാറ്റ് ഇസ് ഞാൻ എഴുതുന്നു 1/0.4.
ഡെസിമൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഡെസിമൽ ഡിനോമിനേറ്ററിൽ കിടക്കുന്നുണ്ട്, താഴെയും ഒരു 10 മുകളിലും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടി 10/4 ഈക്വൽ ടു എത്ര? 2.5 ഡയോപ്റ്റർ. രണ്ട് ലെൻസിന്റെയും പവർ കിട്ടി. ഇനി നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പവർ പി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതിയടാ? ഈ രണ്ട് പവറുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? എഫക്റ്റീവ് പവർ പി ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2. രണ്ടും തമ്മിലൊന്ന് കൂട്ടിയാൽ മാത്രം മതി. P1ന്റെ മൂല്യം -10 പ്ലസ് P2ന്റെ മൂല്യം 2.5. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് എത്ര കിട്ടും? -7.5 അല്ലേ? കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം -7.5D. ഓപ്ഷനിലുണ്ടോ -7.5D? യെസ്, ദാ കിടക്കുന്നു ഓപ്ഷൻ ബി. കിട്ടിയോ? കിട്ടിയില്ലേ? എളുപ്പമല്ലേ? ഒരു ചെറിയ ഗണിത പ്രശ്നമാണ്. നല്ല സ്ക്രീനായി അല്ലേ? ഇപ്പോൾ വേട്ട്, നിരത്ത്, എഴുത്ത്, എന്ത് തന്നെയാലും കൊള്ളാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇത് വ്യക്തമായി കിട്ടിയെന്ന് തന്നെ ഞാൻ കരുതുന്നു. രണ്ട് ലെൻസിന്റെയും പവർ കണ്ടുപിടിച്ചു. രണ്ട് ലെൻസിന്റെയും അല്ലെങ്കിൽ കോമ്പിനേഷനിൽ വരുമ്പോൾ ടോട്ടൽ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മാത്രം മതിയിടാ? രണ്ടുപേരും തമ്മിൽ ആഡ് ചെയ്താൽ മാത്രം മതി. സോ P ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2 എന്നുള്ള രീതിയിൽ നമ്മൾ പവർ കണ്ടുപിടിക്കുന്നു. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ചന്ദ്രയാൻ 1 ദൗത്യത്തിൽ ചന്ദ്രനിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഏത് ശാസ്ത്രീയ പേലോഡാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, ഈ പറഞ്ഞ ചന്ദ്രയാൻ 1ന്റെ അകത്ത് പേലോഡുകളുടെ എണ്ണം ആകെ 5 പേലോഡുകളുണ്ട്. 5 പേലോഡുകളുണ്ട്. അത് ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള 5 പേലോഡുകളുണ്ട്. ആ പറഞ്ഞ 5 പേലോഡുകൾ ഏതൊക്കെയാണെന്നാണ്. ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ എന്തായിരുന്നു ചന്ദ്രയാൻ 1ന്റെ ഭാഗമായിട്ടുള്ള പേലോഡുകൾ തന്നെയാണ്. പക്ഷെ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ളത് ഏത് എന്നുള്ളതാണ് ചോദ്യം. എങ്കിൽ നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെട്ടിരിക്കേണ്ട ചന്ദ്രയാൻ 1ന്റെ പേലോഡുകളാണ് ടെറൈൻ മാപ്പിംഗ് ക്യാമറ 1, ടെറൈൻ മാപ്പിംഗ് ക്യാമറ 1 TMC, 2 ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജർ 2, 3 ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ 4 ലൂണാർ ലേസർ റേഞ്ചിങ് ഇൻസ്ട്രുമെന്റ്, 5 മൂൺ ഇമ്പാക്ട് പ്രോബ് MIP, മൂൺ ഇമ്പാക്ട് പ്രോബ്. ഓക്കെ അല്ലടാ? അപ്പൊ ടെറൈൻ മാപ്പിംഗ് ക്യാമറ, ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജർ HPI, പിന്നെ ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ HES, പിന്നെ ലൂണാർ ലേസർ റേഞ്ചിങ് ഇൻസ്ട്രുമെന്റ് LLRI എന്നീ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സിന് പുറമെ മൂൺ ഇമ്പാക്ട് പ്രോബ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റും കൂടെ ചേർന്നതാണ് ചന്ദ്രയാൻ 1 എന്ന് പറയുന്ന ദൗത്യത്തിലെ നമ്മുടെ പേലോഡുകളുടെ എണ്ണം. ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള പേലോഡുകളുടെ എണ്ണം ഇത്രയൊക്കെയാണ് എന്നുള്ള കാര്യം കൃത്യമായി ഒന്ന് ഓർമ്മിക്കുക. ഓക്കെ, ഓഫ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരങ്ങൾ ഉൾപ്പെടെയുള്ള ചൂടുള്ള വസ്തുക്കൾ ഡാഷ് കിരണങ്ങളുടെ രൂപത്തിൽ കുറച്ച് ചൂട് പുറപ്പെടുവിക്കുന്നു. ഇത് നൈറ്റ് വിഷൻ കണ്ണടകളിൽ ഉപയോഗിക്കുന്നു. ആദ്യത്തെ സാധനം പോക്കോട്ടെ, രണ്ടാമത്തെ അകത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അതുമല്ലെങ്കിൽ ആദ്യത്തെ അകത്ത് ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെടാ. തെർമോമീറ്റർ 3 തരത്തിൽ നമ്മൾ പറയാറുണ്ട്. എന്തൊക്കെയാ? ക്ലിനിക്കൽ തെർമോമീറ്റർ, ലബോറട്ടറി തെർമോമീറ്റർ, 3 ഇൻഫ്രാറെഡ് തെർമോമീറ്റർ. ഇൻഫ്രാറെഡ് തെർമോമീറ്റർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എന്തായിരുന്നു? സെൻസറുകളുടെ സഹായത്തോടെ ശരീരോഷ്മാവും മെഷീൻ ഭാഗങ്ങളുടെ താപനിലയും രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന, നമ്മൾ മറ്റേ തോക്ക് പോലെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന തെർമോമീറ്ററിനെ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? ഇൻഫ്രാറെഡ് തെർമോമീറ്റർ. ആ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ എന്ന് പറയുന്ന സാധനം പ്രയോജനപ്പെടുത്തുന്നത് അല്ലെങ്കിൽ സെൻസ് ചെയ്യുന്നത് ആരെയാണ്? ഇൻഫ്രാറെഡ് കിരണങ്ങളെയാണ്, ഇൻഫ്രാറെഡ് വികിരണങ്ങളെയാണ്. അപ്പോൾ അത്തരത്തിൽ ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് എന്ത്? താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. ചൂടുള്ള വസ്തുക്കൾ പുറപ്പെടുവിക്കുന്ന കിരണങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്ത് തന്നെയാണ്? ഇൻഫ്രാറെഡ് കിരണങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം കൃത്യമായി ഓർമ്മിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് ചൂടുള്ള വസ്തുക്കളും അല്ലെങ്കിൽ ശരീരമൊക്കെ പുറത്തേക്ക് വിടുന്ന കിരണങ്ങൾ എന്നുള്ള കാര്യം ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, അടുത്തത് ഗുരുത്വാകർഷണം മൂലം ത്വരിതഗതിയിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കും എങ്കിലും മഴത്തുള്ളികൾക്ക് മനുഷ്യനെ ഉപദ്രവിക്കാൻ കഴിയാത്തതിന് കാരണം എന്ത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒന്ന്, അതിന്റെ സൈസ് വളരെ ചെറുതാണ് എന്നുള്ളത് വളരെ ചെറിയൊരു കാര്യമാണ് അല്ലേ? ഒരു സൈസ് വളരെ ചെറുതാണ് എന്നുള്ളതാണ്. ഇനി ശരി, അപ്പോൾ മഴത്തുള്ളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വളരെ ചെറുതാണ് മഴത്തുള്ളികൾ. അതിന് ആ സൈസിലുള്ള മഴത്തുള്ളിക്ക് നമ്മൾ അങ്ങനെ ദ്രോഹിക്കാൻ അല്ലെങ്കിൽ വേദനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഇതിന് നമ്മുടെ ശരീര താപനിലയേക്കാൾ തണുപ്പുണ്ട് എന്നുള്ളത് മറ്റൊരു കാരണമല്ല. ശരിക്കും ഇത് ഓപ്ഷൻസ് ആണ്. ബെർണോളിയുടെ തത്വമാണോ അതോ മഴത്തുള്ളികൾക്ക് ടെർമിനൽ പ്രവേഗമുണ്ടോ?
മഴത്തുള്ളിക്ക് ഉറപ്പായിട്ടും ടെർമിനൽ പ്രവേഗം ഉണ്ട്. ഓക്കെ, ശരിക്കും ഇതിന്റെ കാരണമായി നമ്മൾ പറയേണ്ടത് മഴത്തുള്ളികൾക്ക് വളരെ ദ്രോഹിക്കാൻ കഴിയില്ല, വളരെ ചെറുതാണ് എന്നുള്ളതാണ്. ശരിക്കും ഈ ടെർമിനൽ പ്രവേഗം എന്ന് പറയുന്ന ടേം, അതായത് മഴത്തുള്ളി ഇത്രയും മുകളിൽ നിന്നാണ് താഴേക്ക് വരുന്നത്, ദൂരം സഞ്ചരിച്ചാണ് താഴേക്ക് വരുന്നത്. അതിന് സ്വാഭാവികമായിട്ടും എന്തുണ്ട്, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ഉണ്ടാകാറുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം അതിനൊരു ചെറിയ വേഗതയൊക്കെ അതിന് കൈവരിക്കാറുണ്ട്. പക്ഷേ എയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹിൻഡ്രൻസ്, ഒരു അപ്ലിഫ്റ്റ് ഈ പറഞ്ഞ മഴത്തുള്ളിക്ക് മുകളിലേക്കും കിട്ടാറുണ്ട്. മഴത്തുള്ളി താഴോട്ട് വരുമ്പോൾ എയർ റെസിസ്റ്റൻസ് ഓഫർ ചെയ്ത് അതല്ലെങ്കിൽ എയർ റെസിസ്റ്റൻസ് ചെറിയ തടസ്സം കൊടുത്തായിരിക്കും താഴേക്ക് കൊണ്ടുവരിക. അത് കാരണം ടെർമിനൽ വെലോസിറ്റിയിൽ ചെറിയൊരു ഇടിവ് സംഭവിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പൊ തൽക്കാലം ഉത്തരമായിട്ട് എടുക്കാം, മഴത്തുള്ളികൾ മനുഷ്യനെ ദ്രോഹിക്കാൻ വളരെ ചെറുതാണ്, ദ്രോഹിക്കാൻ കഴിയാത്തതിന് കാരണം വളരെ ചെറുതായതിനാലാണ് എന്നുള്ള ഒരു ഉത്തരം എടുക്കാം. ടെർമിനൽ പ്രവേഗം കുറവാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി വരേണ്ടത്. ഓക്കെ, നൗ ISROയുടെ നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ബേലങ്കാർ അല്ലേ, ബേലങ്കാർ എവിടെ? ഹൈദരാബാദ്, തെലങ്കാന. ഓക്കെ, അപ്പോൾ നാഷണൽ റിസർച്ച് റിമോട്ട് സെൻസിങ് സെന്റർ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഹൈദരാബാദിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം എവിടെയാണ് നിർമ്മിച്ചത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ആദ്യ ആണവ നിലയം നിങ്ങൾക്കറിയാം, താരാപൂർ ആണ് അല്ലെ, താരാപൂർ ആണ്. താരാപൂർ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞുതരും, അത് എവിടെയായിരുന്നടാ? മഹാരാഷ്ട്രയാണ് എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾക്കറിയാം. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയായിരുന്നു? മഹാരാഷ്ട്രയിലെ താരാപൂരിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, 2 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ 2 മീറ്റർ ഉയരത്തിലെത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് എത്രയാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. W=Fs എന്ന് പറയുന്ന സമവാക്യം കൊണ്ട് ഇവിടെ പോയി കഴിഞ്ഞിട്ട് വേറെ കാര്യമൊന്നുമില്ല. കാരണം വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് ആൻ ഓബ്ജക്ട്, ഒരു വസ്തുവിനെ നിശ്ചിത ഉയരത്തിലേക്ക് ഉയർത്താനായി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് കണ്ടെത്തുന്ന സമവാക്യം W=mgh എന്നുള്ളതാണ്. എങ്കിൽ W= മാസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എത്രടാ? 2. ജിയുടെ വാല്യൂ നിങ്ങൾക്കറിയാം എത്ര? 9.8. ഹൈറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എത്ര? 2 മീറ്റർ. ഇതെല്ലാം കൂടെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന മൂല്യം 4 × 9.8 which will eventually give you 39.2 ജൂൾ എന്നുള്ള ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ 39.2 എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരേണ്ടത്. അപ്പോ നിശ്ചിത തറനിരപ്പിൽ നിന്ന് നിശ്ചിത ഉയരത്തിലേക്ക് ഒരു വസ്തുവിനെ ഉയർത്താനായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സമവാക്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? W=mgh ആണ് എന്നുള്ള കാര്യം കൃത്യമായി ഓർമ്മിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ഹരിതഗ്രഹ പ്രഭാവ വാതകങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത് എന്നുള്ളതാണ്. ഹരിതഗ്രഹ പ്രഭാവ വാതകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് അല്ലെ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗ്രഹവാതകമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഹരിതഗ്രഹവാതകമാണ്, മീഥേൻ ഒരു ഹരിതഗ്രഹവാതകമാണ്. സത്യമാണ്, ഈ പറഞ്ഞ 3ഉം ഹരിതഗ്രഹവാതകമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ് ഇവിടെ ഓർമ്മിക്കേണ്ടത്. ഓക്കെ അല്ലടാ, അപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. അതിന് പുറമെ നമ്മളിപ്പോൾ പറയുന്നു ഗ്രീൻ ഹൗസ് വാതകങ്ങൾക്ക് ഉദാഹരണമാണ് ആരൊക്കെ? നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ ആരായിരുന്നു? മീഥേൻ എന്ന് പറയുന്ന ആൾക്കാരെല്ലാവരും ഗ്രീൻ ഹൗസ് ഗ്യാസുകൾക്ക് ഉദാഹരണമാണ്. ഒപ്പം ആരും കാർബൺ മോണോക്സൈഡും ഗ്രീൻ ഹൗസ് ഗ്യാസിന് ഉദാഹരണം തന്നെയാണ് എന്നുള്ള കാര്യം ഓർമ്മയിൽ ഉണ്ടായിരുന്നാൽ മതി. ഓക്കെ, ഈ സെഷന്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഇതായിരിക്കുന്നു എളുപ്പമുള്ള ചോദ്യം. മരീചിക ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത്? മിറാഷ് അല്ലെങ്കിൽ മിറേജ് ഒക്കേഴ്സ് ഡ്യൂ ടു വിച്ച് ഫിനോമിനൻ? ഒപ്റ്റിക്കൽ ഫിനോമിനൻ? ഒന്നുമല്ല, അത് പൂർണ്ണാന്തര പ്രതിപതനമാണ് അല്ലേ. മരീചിക ഒക്കറിയാനുള്ള കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുന്ന പ്രകാശ പ്രതിഭാസമാണ് എന്നുള്ള കാര്യം മാത്രം ഓർമ്മയിൽ ഉണ്ടായിരുന്നാൽ മതി. എളുപ്പമല്ലേടാ? അപ്പോൾ ഈ സെഷന്റെ എൻഡ് ഞാൻ ഇത്തിരി റഷ് ചെയ്ത് തന്നെയാണ് പോയത്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഉദ്ദേശം ഇത്രമാത്രം സിമ്പിൾ ആണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജഡ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടുക? 25 ചോദ്യങ്ങളുടെ ഒരു സെറ്റ് കിട്ടുക. അതിൽ ഏതിലേക്കെങ്കിലും സ്ക്രീനിൽ നോക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം സ്ക്രീനിൽ നോക്കി എന്ത് ചെയ്യുക? പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. സോ സൂപ്പർ 25നെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റുകളുടെ രൂപത്തിൽ നിങ്ങളെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ സെഷന്റെ അകത്തുള്ള കമന്റ് ഞാൻ കണ്ടിരുന്നു. ആ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ സ്ലൈഡിലേക്ക് മാറ്റാൻ കൂടിയിട്ടുള്ള സമയം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഉറപ്പായും ആ പറഞ്ഞ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമായി അടുത്ത സെഷന്റെ അകത്ത് നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ഐ ആം സൈനിങ് ഓഫ്. ഹോപ്പ് വി വിൽ മീറ്റ് അഗൈൻ. Until then, thank you and tata.